ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും ഈ പറമ്പിലും അതേപോലെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കണ്ടുവരുന്ന മാങ്ങ ഇഞ്ചിയുടെ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് ഇവിടെ വയനാട് പുൽപ്പള്ളിയുള്ള ഒരു മില്ലിൽ നിന്ന് അവരുടെ റെഡിമെയ്ഡ് അച്ചാർ വാങ്ങിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത്രയും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം വീട്ടിലുണ്ടായിട്ടും എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാന്ന് വെച്ചിട്ട് ശ്രീയുടെ അമ്മയുടെ സ്പെഷ്യൽ അച്ചാർ റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം മാങ്ങയിഞ്ചി നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അത് നമ്മുടെ എള്ളെണ്ണയിൽ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുകയാണ്. അത് നല്ല ഗോൾഡൻ ബ്രൗണിഷ് ഷെയ്ഡ് ആവുന്നത് വരെ നല്ല രീതിക്ക് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാരലായിട്ട് തന്നെ നമ്മളിവിടെ കുറച്ച് കടുക് പൊടിച്ചെടുക്കുന്നുണ്ട്. കടുക്, ഉലുവ ഒക്കെ പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഇതിപ്പോൾ ഉലുവ പൊടിച്ചതാണ്. ഉലുവ പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഉലുവയ്ക്ക് ഫെനുഗ്രീക്ക് എന്നൊക്കെ പറയും. നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ് ഉലുവ. അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞ പച്ചമുളകും വെളുത്തുള്ളിയും ഇതും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് റെഡി ആയിട്ട് തന്നെ. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഫ്രൈ ചെയ്തിടേണ്ട സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ പൗഡേർഡ് ഐറ്റംസ് അല്ല, ഫ്രൈ ചെയ്തിടേണ്ട സാധനങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പരുവത്തിലേക്കാണ് നമ്മുടെ മാങ്ങായിഞ്ചി ആക്കിയെടുക്കേണ്ടത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു ഷെയ്ഡിലേക്കാണ് നമ്മുടെ മാങ്ങായിഞ്ചി സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലെ വറുത്ത് കോരിയിട്ട് നമ്മൾ ബാക്കി മാങ്ങായിഞ്ചിയും കൂടെ മാറ്റി വയ്ക്കാം. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള വേറൊരു ഐറ്റമാണ് കേട്ടോ കറിവേപ്പിലയും നമുക്കിപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ പറിച്ചുകൊണ്ട് വന്ന ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. ഇനി നമുക്ക് കടുക് പൊടിക്കാം. കടുകും നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കൂടാതെ, അതായത് ഞാൻ പറഞ്ഞ പോലെ വറുത്തിടുന്നത് കൂടാതെ നമ്മൾ പൊടിയായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കടുക് കുറച്ച് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കടുക് പൊടിച്ചത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക്, അതായത് വറുത്ത് വെച്ച മാങ്ങയിഞ്ചിക്കകത്തേക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ വെളുത്തുള്ളി, കടുക് പൊടിച്ചത്, കറിവേപ്പില, പിന്നെ കുറച്ച് ചുവന്ന മുളക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്തിടുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. വറുത്ത് കോരിയിടുകയാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ കളറ് നോക്കി നിങ്ങൾ, എനിക്ക് ഇതിൽ കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഓറഞ്ച് ടോണായിരിക്കും, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ റെഡിഷ് ആയിട്ടാണ് കാണുന്നത്. എനിക്ക് ബേസിക്കലി ഈ അച്ചാർ അതേപോലെ തന്നെ എരിവുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മെയിൻലി എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വേണ്ടത് നല്ല രീതിയിലുള്ള എരിവും കുറച്ച് പുളിയും ഒക്കെ ആയിട്ടുള്ള ഫുഡാണ് എനിക്കിഷ്ടം. സോ അച്ചാറെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഈ ഒരു അച്ചാറിൻ്റെ ഏകദേശം നമ്മുടെ മെയിനായിട്ടുള്ള പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, വറുത്ത മാങ്ങായിഞ്ചി, കോരി വെച്ച മാങ്ങായിഞ്ചിക്കകത്തേക്ക്, അല്ലെങ്കിൽ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കുമ്പോൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെളുത്തുള്ളി, നമ്മുടെ കറിവേപ്പില, ചുവന്ന മുളക്, കടുകിൻ്റെ പൊടി, അതേപോലെ തന്നെ കുറച്ച് പൊടികളും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. കാരണം ഇത് കുറച്ചും കൂടെ കഴിയുമ്പോൾ നന്നായിട്ട് കൊഴുത്ത് വരും, നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മൾ ചേർത്തിട്ടില്ലെങ്കിൽ ഇത് ഭയങ്കര ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ്, അല്ലെങ്കിൽ തിളയ്ക്കുന്ന വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനകത്ത് ആഡ് ചെയ്ത പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചുവന്ന മുളകിൻ്റെ പൊടി, അതേപോലെ കടുക് പൊടി, ഉലുവയുടെ പൊടി, അതുകൂടാതെ കുറച്ച് ഒരു തുള്ളി പഞ്ചസാര, പിന്നെ നോർമൽ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് എത്ര വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് ആഡ് ചെയ്യുക. കാരണം നമ്മൾ വിനാഗിരിയൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേനും അതൊന്നും കൂടെ ഒന്ന് ഡൈല്യൂട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ എരിവും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആ വറുത്തിട്ടതിനകത്ത് പച്ചമുളക് മിസ്സായിരുന്നു. അപ്പം വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി, കറിവേപ്പില, കടുക്, ചുവന്ന മുളക്, ഇത്രയും ഐറ്റംസാണ് വറുത്തിടാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഐറ്റം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ വെള്ളമൊക്കെ പോയി കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആഡ് ചെയ്ത ആ ഒരു
നമ്മുടെ ഓയിലില്ലേ അത് മാത്രമായിട്ട് ഏകദേശം വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കീപ്പ് ചെയ്യാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ വിനീഗർ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിലപ്പം ഷെൽഫ് ലൈഫ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും നിങ്ങൾക്ക്. പക്ഷേ എൻ്റെ ഒരു കേസിൽ ഞാൻ പറയാം, ഈ ഒരു ക്വാണ്ടിറ്റി ഓഫ് അച്ചാർ ഞാൻ എന്തായാലും ഒരു 2 വീക്സിനകത്ത് തന്നെ തീർത്തിട്ടുണ്ടാവും. ആൻഡ് എനിക്കിതിൻ്റെ ടേസ്റ്റും ചെയ്തു ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ റെസിപ്പി ഭയങ്കര സിമ്പിളാണ്, വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.